LDC LPUP കുട്ടിക്കലാശം എന്ന നമ്മുടെ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 2024 ഫെബ്രുവരി 24 തീയതി നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കോഡ് നമ്പർ എന്ന് പറയുന്നത് 27/2024 ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ ജെറണ്ട്? ഈ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ഏതിനകത്താണ് ജെറണ്ട് ഉള്ളത്? ജെറണ്ട് നമുക്കറിയാം, അത് കണ്ടാൽ എങ്ങനെ ഇരിക്കും? വെർബ് പ്ലസ് ING ആണ്. ING ചേർന്ന വെർബാണ് ജെറണ്ട്. ഓക്കെ, ING ചേർന്ന വെർബാണ് ജെറണ്ട്. എന്നാൽ എല്ലാ ING ചേർന്ന വെർബും എന്തല്ല? ജെറണ്ട് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ING ചേർന്ന് വരുന്ന വെർബിനെ, ഉദാഹരണത്തിന് പ്ലേയിങ്, സിംഗിങ്, ഡൂയിങ്, റണ്ണിങ്, റീഡിങ്, അങ്ങനെ ING ചേർന്ന് വരുമല്ലോ. അതിനെ നമുക്ക് ജെറണ്ട് എന്നും വിളിക്കാം, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും വിളിക്കാം. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എപ്പോഴും വെർബായിട്ടായിരിക്കും ആക്ട് ചെയ്യുക, ക്രിയയായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. എന്നാൽ ജെറണ്ട് എപ്പോഴും നൗൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ജെറണ്ട് എപ്പോഴും എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? നൗൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ജെറണ്ട് എപ്പോഴും നൗൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക, എന്നാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എപ്പോഴും വെർബായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കണം, ING ചേർന്ന് വന്നിരിക്കുന്ന വെർബ്, ഇപ്പം നമ്മുടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഏതെങ്കിലും ഒരു വെർബ് ING ഫോമിലാണെങ്കിൽ ആ വെർബ് ഏത് റോളാണ് അവിടെ വഹിക്കുന്നത് നമ്മൾ നോക്കണം. അവിടെ ഒരു വെർബിന്റെ റോളാണ് വഹിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. എന്നാൽ അതൊരു നൗണിന്റെ റോളാണ് വഹിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് ജെറണ്ട് ആയിരിക്കും. ഇവിടെ പക്ഷേ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. കാരണം എന്താ? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒന്നിനകത്ത് മാത്രമേ ഉള്ളൂ ING ഫോം ചേർന്ന് വന്നിരിക്കുന്നത്. ഏത്? ആൻഡ് പ്ലേ. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ചോദ്യം ജെറണ്ടാണ് ചോദിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ഒന്നേ മാത്രമേ ഉള്ളൂ ING ഫോം. അതുകൊണ്ട് കണ്ണുമടച്ച് നമുക്ക് ഇത് ജെറണ്ടാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് ജെറണ്ടാണോ നമുക്ക് എങ്ങനെ നോക്കാം? ഇത് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ എന്ന് പറയുമ്പോൾ ഹി എൻജോയ്സ്, അദ്ദേഹം എൻജോയ് ചെയ്യുന്നു. എന്ത്? അങ്ങനെ എന്ത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ING ഫോമിലാണെങ്കിൽ അതെന്തായിരിക്കും? ജെറണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് വഴികളാണ് ജെറണ്ടാണോ എന്ന് നോക്കേണ്ടത്. ING ഫോം വന്നിരിക്കുന്ന വെർബ് അവിടെ നൗൺ ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ജെറണ്ടായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുന്നത് ഇത്തരത്തിൽ ING ചേർന്ന് വന്നിരിക്കുന്ന വെർബാണെങ്കിൽ അതും എന്തായിരിക്കും? ജെറണ്ടായിരിക്കും. ഇവിടെ എന്തെന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടെ പ്ലേയിങ് എന്ന് കിട്ടുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ പ്ലേയിങ് എന്തല്ല, ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ല, പകരം ഇത് ജെറണ്ടാണ്. ഓക്കെ, എന്തുകൊണ്ടും ഈ C എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദാറ്റ് വാസ് ഡാഷ് ഡിസപ്പോയിൻമെന്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ഡാഷ് റൂം അക്രോസ് ഡാഷ് ഹോൾ ഫ്രം ഇറ്റ്. ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ എന്തായിരിക്കും വരിക? നോക്കുക, ദാറ്റ് വാസ് ഡാഷ് ഡിസപ്പോയിൻമെന്റ്. നമ്മൾ ഈ ഡിസപ്പോയിൻമെന്റിനെ കുറിച്ച് ആദ്യമായി പറയുക. അങ്ങനെ ഒരു നൗൺ അതിനെ ആദ്യമായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എയും ആനുമാണ്. ഈ എ ആണോ ആനാണോ എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചാൽ നമ്മൾ എഴുതാൻ പോകുന്ന ആർട്ടിക്കിൾ, അതിന് ശേഷം വന്നിരിക്കുന്ന വാക്ക് നോക്കുക. ആ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമോ ശബ്ദമോ നോക്കുക. നമ്മൾ എപ്പോഴും ശബ്ദമായിരിക്കണം നോക്കുക, അതായത് പ്രൊനൗൺസിയേഷൻ ആയിരിക്കണം നോക്കേണ്ടത്. ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുമ്പോൾ ഡ എന്നാണ് നമ്മൾ പറയുന്നത്. ഡ എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ എന്തിന്റെയാണ്? കോൺസണന്റ് ആണ്. അങ്ങനെ കോൺസണന്റ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? എ ഉപയോഗിക്കും. ദാറ്റ് വാസ് എ ഡിസപ്പോയിൻമെന്റ് ബട്ട് വി മാനേജ്ഡ്. അപ്പൊ അതൊരു നിരാശയായിരുന്നു എന്ന് പറയുന്നത്. എന്താണ് നിരാശ? അതായത് ഇവർക്കൊരു റൂം കിട്ടിയില്ല എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ റൂം കിട്ടാതിരുന്നത്
ഒരു നിരാശയായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഈ റൂം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള റൂം. അങ്ങനെ ആകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതുപോലെ ഈ ഹാൾ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ റൂമിനെ കുറിച്ച് പറയാൻ വേണ്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ റൂം ഇവിടെ എന്താണ് സ്പെസിഫൈ ചെയ്യുന്നുവെങ്കിൽ, ഡെഫിനിറ്റ് ആണെങ്കിൽ ഈ ഹാളും എന്ത് തന്നെയാണ്? ഡെഫിനിറ്റ് തന്നെയാണ്, സ്പെസിഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അവിടെയും ദ ഉപയോഗിക്കും. അങ്ങനെയാകുമ്പോൾ that was a disappointment but we managed to get the room across the hall from it. അപ്പൊ അങ്ങനെ എ ദ വന്നിരിക്കുന്നു. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, as soon as he came he made sure that everything was all right. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചേഞ്ച് ഇൻ എ നെഗറ്റീവ് സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്. ഇത്തരത്തിൽ നമുക്ക് as soon as ൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് അതിന് നെഗറ്റീവ് മീനിങ്ങിൽ എഴുതാൻ പറയുമ്പോൾ എന്ത് കൂടാതെ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്, അതായത് അതിൻ്റെ അർത്ഥത്തിന് മാറ്റം വരാതെ നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ആരെക്കുറിച്ചായിരിക്കണം? നോ സൂണർ ദാൻ, അല്ലെങ്കിൽ സ്കേഴ്സ്ലി ഈവൻ, അല്ലെങ്കിൽ ഹാർഡ്ലി ഈവൻ. ഇതിലെ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നിട്ട് നമ്മുടെ ഓപ്ഷൻ നോക്കണം. നോ സൂണറിൽ കിടപ്പുണ്ടോ, അല്ലെങ്കിൽ നോ സൂണർ ദാൻ വെച്ച് കിടപ്പുണ്ടോ, അല്ലെങ്കിൽ സ്കേഴ്സ്ലി ഈവൻ വെച്ച് കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ഹാർഡ്ലി ഈവൻ വെച്ച് കിടപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അസൂണസിൽ തുടങ്ങുന്ന ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെയും പറയാം, അർത്ഥം മാറാതെ നോ സൂണർ ദാനിലും പറയാം, സ്കേഴ്സ്ലി ഈവനിലും പറയാം, ഹാർഡ്ലി ഈവനിലും പറയാം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? അസൂണസ് തുടങ്ങുന്ന സെനൻസ് അത് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് മീനിങ് ആയിരിക്കും. എന്നാൽ നോ സൂണർ ദാൻ, സ്കേഴ്സ്ലി ഈവൻ, ഹാർഡ്ലി ഈവൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നോ സൂണറും സ്കേഴ്സ്ലിയും ഹാർഡ്ലിയും എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇത്തരത്തിൽ അസൂണസിലെ തന്നിരിക്കുന്ന സെനൻസിനെ നെഗറ്റീവ് ആക്കുക, അതായത് അർത്ഥത്തിന് മാറ്റം വരാതെ നെഗറ്റീവ് ആക്കാൻ പറയുമ്പോൾ നമുക്കതിനെ ഒന്നുകിൽ നോ സൂണർ വെച്ചുകൊണ്ട് എഴുതാം, അല്ലെങ്കിൽ സ്കേഴ്സ്ലി ഈവൻ വെച്ചുകൊണ്ട് എഴുതാം, അല്ലെങ്കിൽ ഹാർഡ്ലി ഈവൻ വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് നോ സൂണർ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നോ സൂണർ ഉണ്ട്. ഈ നോ സൂണറിൽ വെച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടാണോ നോക്കുക. മനസ്സിലാക്കേണ്ട, നോ സൂണർ എന്ന് പറയുമ്പോൾ അതെന്താണ്? നെഗറ്റീവ് വേർഡ് ആണല്ലോ. അപ്പോൾ നെഗറ്റീവ് വേർഡിൽ തുടങ്ങുന്ന സെന്റൻസ് എപ്പോഴും അതിൻ്റെ ശൈലി, അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം? ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിലായിരിക്കും. ഇൻട്രോഗേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആദ്യം സഹായക്രിയ, അതിനുശേഷം സബ്ജക്റ്റ്, പിന്നെ വെർബ്, അത്തരത്തിൽ വരണം. ഇപ്പോൾ നോക്കാം, നോ സൂണറിന് ശേഷം വന്നിരിക്കും ഇവിടെ ഡിഡ് ആണ്, സഹായക്രിയ വന്നു, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. അങ്ങനെ ഇത് ഓക്കെയാണ്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ നോ സൂണർ ഹി കെയിം, ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ അങ്ങ് എഴുതിയിരിക്കും. അപ്പോൾ ഇത് തെറ്റാണ് ഈ പ്രയോഗം. അപ്പോൾ പിന്നെ ഒരു നോ സൂണറേ നമുക്കിവിടെ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടെ പൂർണ്ണമായും ആശ്രയിക്കാം. നോക്കുക ബാക്കി കറക്റ്റ് ആണോ എന്ന്. നോ സൂണർ വന്നു കഴിഞ്ഞാൽ പിന്നെ ദാൻ ആണ് വരേണ്ടത്. ഓക്കെ, പിന്നെ ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് ജെയിംസ് ഡാഷ് ഇനഫ് മണി ഹി ഡാഷ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് ക്ലോസിലെയും, അത് ഇഫ് ക്ലോസിലെയും അതുപോലെ തന്നെ മെയിൻ ക്ലോസിലെയും വെർബ് വരേണ്ട ഭാഗം ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ഇഫ് ക്ലോസിലെ ഭാഗമോ അല്ലെങ്കിൽ മെയിൻ ക്ലോസിലെ ഭാഗമോ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും ബ്ലാങ്ക് ആയി കിടക്കുക. അങ്ങനെയാകുമ്പോൾ ഇവിടെ മെയിൻ ക്ലോസ് ബ്ലാങ്ക് ആയി കിടക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഇഫ് ക്ലോസ് ഏത് ടെൻസ് ആണോ നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇവിടേക്ക് മാറ്റാം. അതുപോലെ മെയിൻ ക്ലോസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മെയിൻ ക്ലോസ് നോക്കണം, അതിനനുസരിച്ച് നമുക്ക് ഇഫ് ക്ലോസ് കറക്റ്റായിട്ട് എഴുതാം. എന്നാൽ ഇവിടെ രണ്ടിടത്തും ബ്ലാങ്ക് ആയ സ്ഥിതിക്ക് നമ്മളിനി എന്തിനെ ആശ്രയിക്കേണ്ടി വരും? ഇത് ഏത് ടെൻസിലാണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പം ടെൻസ് ഏതാണെന്ന് അറിയാൻ നമ്മൾ എന്ത് നോക്കിയാൽ മതി? എന്താണ് ടൈമിംഗ് വേർഡ് ഉണ്ടോ എന്ന് നോക്കിയാൽ. ഇവിടെ നോക്കുമ്പോൾ ഈ ഇഫ് ക്ലോസിൽ ടൈമിംഗ് വേർഡ് ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മൾ മെയിൻ ക്ലോസിലേക്ക് നോക്കുമ്പോൾ ഒരു ടൈമിംഗ് വേർഡ് ഉണ്ട്. ഏതാണ്? നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തിന്റെ ടൈമിംഗ് വേർഡാണ്? സിമ്പിൾ ഫ്യൂച്ചറിന്റെ ടൈമിംഗ് വേർഡാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരണം? വില്ലോ അല്ലെങ്കിൽ ഷാളോ വരണം.
അപ്പോൾ ഇവിടെ വില്ലോ ഷാളോ വരണം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ രണ്ടാമത് വില്ല് വന്നിരിക്കുന്നത് എവിടെ? ഈ രണ്ടിടത്താണ്. ബിക്കും സിക്കുമാണ് വില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വില്ല് എഴുതാം. വിൽ. ഇനി ഇതിനകത്ത് ഹാവ് ആണോ ഹാസ് ആണോ ഇവിടെ വരേണ്ടത്? അതെന്തിനെ ആശ്രയിച്ചാൽ ഈ ജെയിംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തിയാണ്, ഒറ്റ ഒരാളാണ്, സിംഗുലർ ആണ്. അതുകൊണ്ട് നമുക്ക് ഹാസ് എഴുതാം. ഈ ഹാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ സിമ്പിൾ പ്രസന്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഇഫ് ക്ലോസ് വരുമ്പോൾ നമ്മുടെ മെയിൻ ക്ലോസിന്റെ വെർബ് വിൽ ഓർ ഷാൾ പ്ലസ് V1 എന്ന രീതിയിൽ വരണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹാസും വില്ലുമാണ്. എന്നാൽ PSC ഇവിടെ ആൻസർ കീ കൊടുത്തിരിക്കുന്നത് ഹാഡും വുഡുമാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. PSCയുടെ ആൻസർ ആയി കൊടുത്തിരിക്കുന്നത് ഹാഡും വുഡുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട നെക്സ്റ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി പാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ നെക്സ്റ്റിന് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫോളോയിങ് എന്നാണ് പറയേണ്ടത്. നെക്സ്റ്റിന് പകരമായിട്ട് നമ്മൾ പിന്നെ അവിടെ ഉപയോഗിക്കേണ്ടത് ഫോളോയിങ്. ഇവിടെ ദ ഫോളോയിങ് ഇയർ എന്നായിരുന്നെങ്കിൽ നമുക്കിവിടെ വുഡ് ഉപയോഗിക്കാമായി. പക്ഷേ ഇവിടെ നെക്സ്റ്റ് ഇയറിന് തന്നെ ആവുമ്പോൾ ഗ്രമാറ്റിക്കലി കറക്റ്റ് അവിടെ ഫ്യൂച്ചർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വില്ല് ഉപയോഗിക്കണം. വില്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ സിമ്പിൾ പ്രസൻറ്റേ വരാവൂ. അതായത് ഹാസോ ഹാവ് സിമ്പിൾ പ്രസന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പൊ അതിൽ ഏതെഴുതും? അത് എന്തിനെ ആശ്രയിച്ചാൽ ഇവിടുത്തെ സബ്ജക്റ്റിന് നോക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ആയിരിക്കണം എഴുതുക. ഇഫ് ജെയിംസ് ഹാസ് ഇനഫ് മണി ഹി വിൽ ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അടുത്ത ചോദ്യം, ഹി വാസ് ആബ്സെന്റ് ഡാഷ് ഹി വാസ് സിക്ക്. ഇത് കൺജങ്ഷൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹി വാസ് ആബ്സെന്റ്, അദ്ദേഹം ആബ്സെന്റ് ആയിരുന്നു, കാരണം ഹി വാസ് സിക്ക്. അപ്പൊ കാരണം എന്ന് പറയണമെങ്കിൽ അവിടെ എന്താണ്? ബിക്കോസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. ബിക്കോസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇതിനകത്ത് നോക്കുക, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ഇവിടെ തന്നിരിക്കുന്നത് ശരിയായ മീനിങ്ങിലും ഉള്ള ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എ ലവ്ലി അഫെയർ എന്ന് പറയാറില്ല, എ ഗുഡ് ഇൻസിഡന്റ് എന്ന് പറയത്തില്ല, പകരം നമ്മൾ എ പ്ലസന്റ് ഇൻസിഡന്റ് എന്നേ പറയത്തുള്ളൂ. അതുപോലെ സെക്ഷൽ അഫെയർ എന്നല്ല പറയുന്നത്, എ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് എ ലവ് അഫെയർ എന്ന് പറയാം. ഇതാണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അത് ശരിയായ സ്പെല്ലിംഗിൽ കൊടുത്തിരിക്കുന്ന വാക്യം അപ്പോൾ ഇതാണ്. ഏത്? ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഡിസ്ക്രിപ്പൻസി, DISCREPANCY. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്. അപ്പം ഈ പറയുന്ന അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഇഡിയമാണ്. ഈ ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? അതായത് മേഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്. ഇതാണ് കറക്റ്റ് ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ദേ സെഡ് ലെറ്റസ് കം ഇൻ. അവർ പറഞ്ഞു ഞങ്ങൾ അകത്തോട്ട് വരട്ടെ എന്ന്. അപ്പൊ ഞങ്ങൾ അകത്തോട്ട് വരട്ടെ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിക്വസ്റ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും റിക്വസ്റ്റഡ് എന്ന് വന്നിരിക്കുന്ന വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ റിക്വസ്റ്റഡ് ഉണ്ട്, ഇവിടെ റിക്വസ്റ്റഡ് ഉണ്ട്. നമ്മൾ ഈ റിക്വസ്റ്റഡ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാഹചര്യത്തിലാണ്? ഇംപറേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഇംപറേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്താ? അത് വെർബിലായിരിക്കും തുടങ്ങുക. ഇവിടെ നോക്കുമ്പോൾ ലെറ്റ് എന്ന് പറയുന്ന വെർബാണ്. ഓക്കെ, വെർബിൽ തുടങ്ങിയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇംപറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ട് മുമ്പ്, ഈ പറയുന്ന വെർബിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ടു ആഡ് ചെയ്യണം. ടു പ്ലസ് വെർബ് എന്ന് മാറ്റണം. ടു ലെറ്റ് എന്നാക്കണം. അപ്പൊ അങ്ങനെ റിക്വസ്റ്റഡ് എന്നും അല്ലേ? അപ്പൊ ഇത്തരത്തിൽ റിക്വസ്റ്റഡ് എന്നും അതുപോലെ തന്നെ ഈ ലെറ്റിന്റെ തൊട്ട് മുമ്പ് ടു എന്നും വന്നിരിക്കുന്ന ഭാഗം ഏത്? നോക്കുമ്പോൾ ഇവിടെ റിക്വസ്റ്റഡ് ദാറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. തെറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കമ്മിൻ. അസ് മാറും ദം ആവും, പിന്നെ കമ്മിൻ. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കമ്മിൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, എ സ്പീച്ച് മെയ്ഡ് ബൈ സമൺ ഫോർ ദ ഫസ്റ്റ് ടൈം. എന്തായിരിക്കും? മെയ്ഡൻ സ്പീച്ച്. ഇതാണ് കറക്റ്റ് ആൻസർ. എക്സ്റ്റംബർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ സ്പീച്ച് വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ.
അല്ലേ? അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് സ്പീച്ച്, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന നമ്മൾ എക്സ്റ്റംബർ എന്ന് പറയുന്നു അല്ലെ? മുൻകൂട്ടി ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളങ്ങ് പറയുക. അങ്ങനെ പറയുമ്പോൾ അതിനെ നമ്മൾ എക്സ്റ്റംബർ എന്ന് പറയും. അപ്പൊ എ സ്പീച്ച് വിത്തൗട്ട് എ പ്രയർ എന്താണ്, അല്ലെങ്കിൽ വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ, അതാണ് എക്സ്റ്റംബർ. അതിന്റെ ഫോറിൻ ഫ്രേസ് ആയിട്ട് നമുക്ക് എന്താ പറയാം? ഇംപ്രോംപ്റ്റു എന്ന് പറയാം. എന്താണ് ഇംപ്രോംപ്റ്റു? ഇംപ്രോംപ്റ്റു. ഇത് പക്ഷെ അതല്ല ചോദ്യം. ആദ്യമായി ഒരു വ്യക്തി ഇപ്പൊ സംസാരിക്കുന്ന ആ സ്പീച്ച് നമുക്ക് മെയ്ഡൻ സ്പീച്ച്, കന്നി സംഭാഷണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. സെർമൺ നമുക്കറിയാലോ, മതപ്രസംഗം എന്നർത്ഥം. സെർമൺ കൊണ്ട് ഉദ്ദേശിക്കും മതപ്രസംഗം. സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടുള്ളത്, സ്വയമേ ഉള്ളത്, സ്പോണ്ടേനിയസ്. അങ്ങനെ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന 2024 നടത്തിയ ആ പരീക്ഷയിൽ ചോദിച്ചത്. ഈ 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നമ്മൾ ഈ പറയുന്ന LDC LPPക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.